നമ്മൾ ഇന്നലെ പറഞ്ഞത് എന്താണ്? ബുദ്ധി വിധിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ശറവായതിന് മുമ്പ് ബുദ്ധി വിധിക്കുക. ഇനി ബുദ്ധിക്ക് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ, ബുദ്ധി കണ്ടെത്താൻ കഴിയാത്ത കാര്യത്തെ സംബന്ധിച്ച് എന്ത് ചെയ്തു? 3 അഭിപ്രായ വ്യത്യാസം മുഅ്തസിലത്തിനുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഒന്ന് ഹറാം എന്ന അഭിപ്രായം, മറ്റൊന്ന് ഹലാൽ എന്ന അഭിപ്രായം, മറ്റൊന്ന് തവഖുഫ്. അപ്പം ഹറാമ്, പിന്നെ മുബാഹ്, ഇബാഹത്ത്, മുബാഹ്, പിന്നെ തവഖുഫ്. ഒന്നും പറയാതിരിക്കുക. അതിന് തെളിവുകളാണ് ഈ പറയാൻ പോകുന്നത്. ദലീലുൽ ഹദരി, ബുദ്ധിക്ക് കണ്ടെത്താൻ സാധിക്കാത്ത കാര്യത്തെ സംബന്ധിച്ച് ഹറാം എന്ന് പറയാനുള്ള തെളിവ് അന്നൽ ഫേല, നിശ്ചയമായും പ്രവൃത്തി, തസറുഫ് ഫി മിൽക്കില്ലാഹി, അല്ലാഹു തആലയുടെ അവകാശത്തിൽ, ഉടമസ്ഥതയിൽ കയറി എന്താണ്? ഇടപെടലാണ്. ആണല്ലോ പ്രവൃത്തി എന്ന് പറയുമ്പോൾ, നമ്മുടെ ഒരു പ്രവൃത്തി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മിൽക്കിൽ കയറി ഇടപെടലാണ്. ബിഗൈരി ഇദ്നിഹി, കാരണം അവൻ്റെ അനുവാദം ഇല്ലാതെ ഇടപെടലാണ്. ബുദ്ധിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലല്ലോ. ബുദ്ധിക്ക് അതിലെ മസ്ലഹത്തിനും എന്താണ് കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് അവന് അനുവാദം ഇല്ലാതെ അതിൽ കയറിയുള്ള ഇടപെടലാണ്. ബിഗൈരി ഇദ്നിഹി, അവന് അനുവാദം ഇല്ലാതെ കൊണ്ട് അള്ളാഹുവിന് മിൽക്കിൽ കയറി ഇടപെടലാണ്. അള്ളാഹുവിന് അനുവാദമില്ലാതെ കൊണ്ട് മിൽക്കിൽ കയറി ഇടപെടലാണെന്ന് പറയാൻ കാരണം എന്താ? ഇതിൽ ആലം, കാരണം നിശ്ചയമായും ലോകം, അയ്യാനുഹു, ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും, അപ്പോൾ മനാഫിഹു, ലോകത്തുള്ള മുഴുവൻ പ്രയോജനങ്ങളും, മിനുക്കുൻ ലഹു താല, അള്ളാഹു താലയുടെ ഉടമസ്ഥതയാണ്. ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന പ്രയോജനങ്ങൾ ആരെ നിൽക്കാനാണ്? അള്ളാഹിനെ നിൽക്കാനാണ്. അപ്പോൾ അതിൽ കയറി നമുക്ക് ഇടപെടണമെങ്കിൽ അല്ലേ, മറ്റൊരാളുടെ മിൽക്കിൽ കയറി ഇടപെടണമെങ്കിൽ എന്ത് ചെയ്യണം? അനുവാദം കിട്ടണം. അപ്പോൾ അനുവാദം ഷറയിൽ വന്നിട്ടില്ല, ഷറയില്ല. ഷറയിന് മുമ്പാണ് അക്കൽ എന്താണ്? കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടത് ഹറാം. ഇപ്പോൾ ദലീലുൽ ഇബാഹത്തി, ഇനി ഇബാഹത്തിൻ്റെ തെളിവാവുന്നത്, അനുവദനീയമാണ് എന്ന് പറയാനുള്ള തെളിവ് എന്താ? അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞല്ലോ. അതിന് തെളിവ് അന്നല്ലാഹു തആല, നിശ്ചയം അല്ലാഹു തആല, ഖലഖൽ അബ്ദ, അല്ലാഹു തആല അടിമകളെ പടച്ചു. ഒമാ യന്തഫിഉ ബി, ആ അടിമയ്ക്ക് പ്രയോജനം കിട്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തു? അല്ലാഹു തആല പടച്ചു. വെള്ളം, വായു, ഭക്ഷണം, മനസ്സിലായില്ലേ? ഭൂമി, ബിൽഡിങ്, വാഹനം, അങ്ങനെയുള്ളതെല്ലാം അല്ലാഹു തആല എന്താണ്? പടച്ചതാണ്. പച്ചക്കറി, ഫ്രൂട്ട്സ്, ധാന്യങ്ങളെല്ലാം. അപ്പോൾ ഫലൗലം യബിഹു ലഹു, ഈ അവനക്ക് പ്രയോജനം ചെയ്യുന്ന ഈ സാധനം ഈ അബദിന് ഹലാലായിട്ടില്ലെങ്കിൽ, കാന ഖൽഖുഹുമാ, ഈ അബദിനെ പടച്ചതും ഈ അടിമയെ പടച്ചതും ഈ അടിമയ്ക്ക് പ്രയോജനമുള്ള വസ്തുക്കളെ പടച്ചത് രണ്ടും എന്താവും? അബസൻ, അത് പ്രവർത്തനമാണ്, പാഴായ കാര്യമാണ്. അതായത് ഖാലിയൻ അൽ ഹിക്മത്തി, ഒരു തന്ത്രജ്ഞതയെ തൊട്ട് ഒഴിവായതാണ്. അങ്ങനെ അബസ് എന്ന് പറയാം, പാഴായത്. ഒരു തന്ത്രവും അതിൽ കാണാനില്ല. അങ്ങനെ തന്ത്രജ്ഞതയെ തൊട്ട് ഒഴിഞ്ഞൊരു കാര്യമാവും. തന്ത്രജ്ഞതയെ തൊട്ട് ഒഴിഞ്ഞൊരു അബസായ കാര്യം ആര് ചെയ്യില്ല? അല്ലാഹു ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്? അത് മുബാഹ് എന്നാണ് അവർ പറഞ്ഞ തെളിവ് കേട്ടോ. അപ്പോൾ വജുഹുൽ വഖഫി, ഇനി വഖഫിൻ്റെ വജുഹാവുന്നു. ചില വഖഫ് പറഞ്ഞില്ലേ, ഹറാമെന്നും പറയണ്ട, ഇബാഹത്തൊന്നും പറയണ്ട, ഒന്നും പറയണ്ട എന്ന് വഖഫ് പറഞ്ഞത്, അതിൻ്റെ മാനദണ്ഡം, അതിൻ്റെ ന്യായം അൻഹുമ, ഹറാമാണെന്ന് പറയുന്നതിനെ തൊട്ടും മുബാഹാണെന്ന് പറയുന്നതിനെ തൊട്ടുമുള്ള വഖഫിൻ്റെ മാനദണ്ഡം, അതിൻ്റെ ന്യായം തആറുദു ദലീലൈഹിമാ, ഇവ രണ്ടിൻ്റെയും തെളിവുകൾ പരസ്പരം വൈരുദ്ധ്യമാവുന്നു എന്നതാണ്. അള്ളാഹുവിന് മിൽക്കിൽ കയറി അനുവാദമില്ലാതെ ഇടപെടുക ഹറാം. ഓക്കെ, അബിദായ നാം അടക്കമുള്ള ആൾക്കാരെ പഠിച്ചു, നമുക്ക് പ്രയോജനമുള്ള വസ്തുക്കളെ പഠിച്ചു. നമുക്കത് മുബാഹ അല്ലെങ്കിൽ പിന്നെ എന്തിനാ പഠിച്ച്? അബുസായി പോകുമല്ലോ. അപ്പോൾ 2 തെളിവിനൊന്നുണ്ട്, അതിൻ്റെതായ ഇടമുണ്ട്. അപ്പോൾ ഒന്നും പറഞ്ഞു. അപ്പോൾ വഖഫാരെന്ത് പറഞ്ഞു? പ്രത്യേകിച്ച് ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. ആ വജുൽ വഖഫി അൻഹുമ, ഇവ രണ്ടിനെ തൊട്ട് വഖഫാണ് എന്ന് പറഞ്ഞതിന് ന്യായം തആറുദു ദലീലൈഹിമ, ഇവ രണ്ടിനെയും തെളിവുകൾ എന്താണ്? പരസ്പരം വൈരുദ്ധ്യമാകുന്നു എന്നതാണ്. അഷാറാബി കൗലിഹി ലഹും, മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇശാറത്ത് ചെയ്തു ലഹും, ആർക്കുള്ള? മുഅ്തസിലത്തിനുള്ള എന്ന് പറഞ്ഞല്ലോ. മുഅ്തസിലത്തുള്ള 3ാമത്തെ കൗല്, ഐലിൽ മുഅ്തസിലത്തിനുള്ള 3ാമത്തെ കൗല് എന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിം ഇശാറത്ത് ഇലാമാ നഖലഹു അനിൽ ഖാലി അബീബക്കറിൽ ബാക്കില്ലാനിൻ
അൽ ഖാലി അബൂബക്കർ അൽ ബാക്കില്ലാൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഉദ്ധരിച്ച ഒരു വിഷയത്തിലേക്ക് മുസന്നിഫ് സൂചിപ്പിച്ചു. എന്താ മിൻ അന്ന കൗല ബാലി ഫുഖഹായിന, നമ്മുടെ ഫുഖഹാക്കളിൽപ്പെട്ട ചിലരുടെ കൗലാവുന്നു. നമ്മുടെ എന്ന് വെച്ചാൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ഫിഖ്ഹ് പണ്ഡിതന്മാരിൽപ്പെട്ട ചിലരുടെ കൗല. ആരെപ്പോലെ? ഐ കബിനി അബീ ഹുറൈറത്ത, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ. ഇതിൻ്റെ പേരെന്താ? ഇബ്നു അബീ ഹുറൈറ എന്നാണ് അദ്ദേഹത്തെ പരക്കെ അറിയപ്പെടുന്നത്. അങ്ങനെയല്ലോ പരക്കെ അറിയപ്പെടുന്ന ഒരു വിശുദ്ധ നാമം കിട്ടുന്ന ആ പേര് അതിനെ പറയാം. അബൂ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ ആയ ഇബ്നു അബീ ഹുറൈറ മഹാനരുടെ പോലത്തെ ചിലരുടെ അഭിപ്രായം, അവർക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വക്താക്കളാണ്, അവരിൽപ്പെട്ട ചിലരുടെ അഭിപ്രായം. പിന്നെന്താ അവരുടെ അഭിപ്രായമാവുന്നത്? പിന്നെ ബിൽ ഹദിരി, അവരെന്ത് പറഞ്ഞു? അത് ഹറാമാണെന്ന് പറഞ്ഞു. സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ചില പണ്ഡിതന്മാരെന്ത് ചെയ്തു? വേഷത്തിന് മുമ്പുള്ള പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിക്ക് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രവർത്തിക്കലെന്നാണ് ഹറാമാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെന്താണ്? വബാലിയും, വേറെ ചില സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ പറഞ്ഞത് ബിൽ ഇബാഹ, എന്താണ്? അത് മുബാഹ എന്ന് പറഞ്ഞു. പ്രവർത്തനങ്ങൾ ബുദ്ധി കണ്ടെത്താൻ സാധിക്കാത്ത പ്രവർത്തനം എന്താണ്? അത് ചെയ്ത് മുബാഹാണ് എന്ന് വേറെ ചില പണ്ഡിതന്മാരും പറഞ്ഞു. ആ പറഞ്ഞ ഈ രണ്ട് വീക്ഷണങ്ങള് സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ഈ രണ്ട് പക്ഷക്കാരുടെ അഭിപ്രായങ്ങളാവുന്നത് ഫിൽ അഫ്ആലി ഖബല ശറഈ. ഇതിനെ സംബന്ധിച്ച് അവർ പറഞ്ഞത് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഖബല ശറഈ, ശറഅ അവതരിക്കുന്നതിന് മുമ്പുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു വിഭാഗം ഹറാം എന്ന് പറഞ്ഞു, ഒരു വിഭാഗം ഇബാഹത്ത് എന്ന് പറഞ്ഞു. ഇന്നമാ ഹുവ, അങ്ങനെ അവർ പറഞ്ഞു പോയത്. അങ്ങനെ ഒരു ഹദറ എന്നോ അല്ലെങ്കിൽ ഒരു വിഭാഗം ഇബാഹത്തോ എന്ന് പറഞ്ഞു പോയത് ലി ഗഫ്ലത്തിഹിം, അവരുടെ അശ്രദ്ധ മൂലം പറഞ്ഞു. മനുഷ്യന്മാരല്ലേ? ലി ഗഫ്ലത്തിഹിം, അവർ മനുഷ്യന്മാരാണല്ലോ, അശ്രദ്ധ മൂലം പറഞ്ഞു പോയതാണ്. അൻ തശഉബി ദാലിക, ഈ പറഞ്ഞ കാര്യം പക്ഷം പിടിച്ചു പോകുന്നതിന് തൊട്ട് അശ്രദ്ധരായിട്ട് ഹദറാണെന്നോ ഇബാഹത്താണെന്നോ പറയുക വഴി എന്തായി? പക്ഷം പിടിച്ചു പോയി. അൻ ഉസൂലിൽ മുഅ്തസിലത്തി, മുഅ്തസിലത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളോട് പക്ഷം പിടിച്ചുപോയി എന്നതിനെ തൊട്ടെന്താണ്? അവർ അശ്രദ്ധരായി പറഞ്ഞു പോയതാണ്. ആ അശ്രദ്ധരായിട്ട് അവരിത് പറഞ്ഞു പോയെന്ന് പറയാനൊരു ന്യായം വേണ്ടേ? അതെന്ത് ന്യായം? ഇതിൽ എൽമി, അറിവുള്ള കാരണമായിട്ട് ബി അന്നഹും, നിശ്ചയമായും അവരാവുന്നു മത്തബഊ, അതെന്ത് ചെയ്തിട്ടില്ല? അവർ പിൻപറ്റിയിട്ടില്ല മഖാസിദഹും, ആരുടെ മഖ്സൂദുകളെ? മുഅ്തസിലത്തിന്റെ മഖ്സൂദുകളെ അവർ പിൻപറ്റിയിട്ടില്ല. അപ്പോൾ ഇത് അവർക്ക് ഗഫലത്ത് മൂലം സംഭവിച്ചു പോയതാണ് എന്നതിലേക്ക് മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഈ അഭിപ്രായം പറഞ്ഞ വിഷയം പറഞ്ഞാരാ? ഖാലി അബൂബക്കർ ബാക്കില്ലാൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി തൊട്ട് ഉദ്ധരിച്ച് പറഞ്ഞ അഭിപ്രായത്തിലേക്ക് മുസന്നിഫ് ഇശാറത്ത് ചെയ്യുന്നതുകൊണ്ടാ ലഹും, അവർക്കുള്ള അഭിപ്രായങ്ങളിൽ നിന്ന് മൂന്നാമത്തെ അഭിപ്രായം. അപ്പോൾ ഈ അഭിപ്രായം ശരിക്കും വന്നിരിക്കുന്ന ആരെ പറ്റാ? മുഅ്തസിലിനെ പറ്റിയേ ഉള്ളൂ. അല്ല നമ്മുടെ പക്ഷത്തിൽപ്പെട്ട ഈ ചിലർ പറഞ്ഞ അഭിപ്രായം എന്താണ്? ഗഫലത്ത് മൂലം വന്നതാണ്, പരിഗണിക്കേണ്ടതില്ല എന്നതിലേക്ക് മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇശാറത്താക്കി. അപ്പോൾ അന്ന കൗലിയ ബാലി അയിമത്തിന, നിശ്ചയമായും നമ്മളിലെ ചില ഇമാമിയങ്ങളുടെ കൗലാണ്. അപ്പോൾ അഷാറാബി കൗലിഹി ലഹും ഇലാമാ നഖലഹു എന്ന് പറഞ്ഞെടുത്ത് പിന്നെ അടുത്തത് അപ്പോൾ അന്ന കൗല ബാലി അയിമത്തിന, അതുപോലെ ഈ കൽ അശ്അരി, അതേപോലെ അൽ അശ്അരിമാ റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഇപ്പോൾ നമ്മുടെ ഇമാമിയങ്ങളിൽപ്പെട്ട ചിലരുടെ കൗലാവുന്നത് ഫിഹ, ഇതിനെ സംബന്ധിച്ച് ഈ ബിസത്തിന് മുമ്പുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഇമാമിയങ്ങളിൽ ചിലരുടെ കൗല ബിൽ വഖഫ്, എന്താണ്? വഖഫ് എന്നുകൊണ്ടുള്ള ചിലരുടെ കൗലാവുന്നത്. അവിടെ വഖഫാവുക, അതിനെപ്പറ്റി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞാൽ അവരുടെ വഖഫ് എന്ന അഭിപ്രായം മുറാദുഹു, ആ പറഞ്ഞ ഇമാമിയങ്ങൾ ചിലരുടെ ഉദ്ദേശമാവുന്ന ബിഹി വഖഫ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നഫിയുൽ ഹുക്മി ഫിഹ, അതേ സംബന്ധിച്ചൊന്നും പറയണമെന്ന് വെച്ചാൽ അതിനെ വിളിച്ച് ഹുക്കുമില്ല എന്ന്. ബിസത്തിന് മുമ്പ് ഹുക്കുമില്ല എന്ന് പറഞ്ഞില്ലേ സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട്? ആ നിലപാട് അവർ വേറെ വാക്കിലൂടെ അവർ പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല കേട്ടോ. നഫിയുൽ ഹുക്കുമി, നിശ്ചയം അവരുടെ കൗലിൻ്റെ ഉദ്ദേശമാവുന്നത് അത് ഹുക്കുമിനെ നഫീ ചെയ്യലാണ്. ഫിഹ, ആ ബേസത്തിന് മുമ്പുള്ള പ്രവർത്തനം ഹുക്കുമിനെ നഫീ ചെയ്യലാണ്. ഈ കമാ തഖദ്ദമ, മുമ്പ് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ അഭിപ്രായം പറഞ്ഞതുപോലെ കേട്ടോ.